അടുത്തതായി ഈ വേദിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ കഥാപ്രസംഗ മത്സരമാണ് നടക്കുക. കഥാപ്രസംഗ മത്സരത്തിലെ ആദ്യ ചെസ് നമ്പർ K372. സഹൃദയരെ, നിഷ്കളങ്കമായ മാതൃത്വത്തിനു മുമ്പിൽ ഒരു പിടി നിർമ്മല പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധാപൂർവമായ വീക്ഷണത്തിനു മുമ്പിൽ ഞാൻ ആരംഭിക്കുന്നു. അമ്മ. തിരക്കുള്ള തെരുവ്, സമയം സായാഹ്നം. പോക്കുവരലിന്റെ മണ്ണിലേക്ക് ചുവപ്പുരാശി പടർന്നു വരുന്നേതേയുള്ളൂ. ചീറിപ്പായുന്ന വാഹനക്കൂട്ടങ്ങൾ, വിലവിളിച്ചു പറഞ്ഞ് വഴിയോരങ്ങളെ സജീവമാക്കുന്ന വഴിക്കച്ചവടക്കാർ, അതിനു ചുറ്റും മഴപ്പാറ്റകളെ പോലെ കുറെ മനുഷ്യന്മാർ. അമ്മ, മാണിക്കണമാ, താനിത്തെങ്കാശി പട്ടണത്തില് കല്ലുമാല, കൺമശിയുണ്ട്, കരുവളയുണ്ട്, തങ്കക്കൊലസുമുണ്ട്. ആ താനിത്തെങ്കാശി പട്ടണത്തില് കല്ലുമാല, കൺമശിയുണ്ട്, കരുവളയുണ്ട്, തങ്കക്കൊലസുമുണ്ട്. അമ്മ, വാണിക്കണമാ, കാശ് ரொம்ப அழகு, വാണിക്കണമാ. മതിമാറിനാടും വനമതിയിൽ കതിരിട്ടാടുന്നതിൽ ചന്തമുണ്ട്, മതിമാറിനാടും വനമതിയിൽ കതിരിട്ടാടുന്നതിൽ ചന്തമുണ്ട്. താനിത്തെങ്കാശി പട്ടണത്തിലെ കല്ലുമാല, കൺമശിയുണ്ട്, കരുവളയുണ്ട്, തങ്കക്കൊലസുമുണ്ട്. അമ്മ, വാണിക്കണമാ, നീ പോടി, ഉന്നത് ഡ്യൂപ്ലിക്കേറ്റ്, ഉന്നതാ ഒറിജിനൽ. വാണിക്കണമാ. ആ താനിത്തെങ്കാശി പട്ടണത്തിലെ കല്ലുമാല, കൺമശിയുണ്ട്, കരുവളയുണ്ട്, തങ്കക്കൊലസുമുണ്ട്. സൂര്യൻ പതിയെ ചുവന്നു തുടങ്ങി. അതാ അവിടെ ഒരു സ്ത്രീ, കയ്യിലെന്തോ ഒരു പഴന്തണിക്കെട്ട്, പഴന്തണിയിൽ പതിനാൻ എന്തോ ഒരു വസ്തു. അതിളകുന്നുണ്ടോ? പട്ടിണി തിന്നു മെലിഞ്ഞ രൂപം, പൊട്ടിക്കാരഞ്ഞു തളർന്ന പാവം, കുട്ടിയാള തുണിക്കെട്ടിനുള്ളിൽ പണത്തുട്ടുകൾ തേടി വരുന്നതാകും. ആ മെലിഞ്ഞ രൂപം പതിയെ നടന്നു വന്നു. എല്ലാവരുടെയും ശ്രദ്ധ തേടിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു, മാളവരെ, മാളവരെ, വിൽക്കുന്നതെന്ന് വാങ്ങിക്കുന്ന മാന്യന്മാരെ, കുഞ്ഞിനെ വേണോ? കുഞ്ഞിനെ, നല്ല ജീവനുള്ള കുഞ്ഞിനെ. ചുറ്റും വഴിപാടുകൾക്ക് നിശ്ചലമായി. എല്ലാവരും അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജീവനുള്ളത് തന്നെയാ, ജീവനുള്ളത്. മോഷിച്ചതൊന്നുമല്ല, പ്രസവിച്ചതാ, നൊന്ത പ്രസവിച്ചതാ. പിരാന്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്ര ധിക്കാരത്തോടെ തന്നെ സ്വന്തം കുഞ്ഞിനെ വിൽക്കാം. പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കാൻ വേണ്ടേ കൊളഹുക്കിനെ. കുഞ്ഞിനെ വീണ്ടെടുക്കാൻ കണ്ണുകൾ ചുവന്നു കൊടുത്താൽ നങ്ങേലെടുക്കത്. ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന, തിരികെ തരണമേ ഭൂതമേ നീ. ഭൂതം കീഴടങ്ങിയ ആ അമ്മയുടെ കഥ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിൽ നാം കേട്ടിട്ടുണ്ട്. അവിടെയാണ്, ആ നാട്ടിലാണ് സ്വന്തം കുഞ്ഞിനെ അമ്മ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ആരും ആ പാവം സ്ത്രീയുടെ ദയനീയത മനസ്സിലാക്കില്ല. ചതിക്കുഴിയിൽ വീണ് പോയ ഒരു അനാഥ പെൺകുട്ടിക്ക് ജീവിതം നൽകിയ സമ്മാനം, നീതിക്കേടിനെതിരെ പൊരിത്തളർന്ന ആ പാവ സ്ത്രീ തന്നെ കുഞ്ഞിനെ വിൽക്കാൻ ഒഴുകുകയാണ്. കനിവിന്റെ ഒരിറ്റു കണ്ണിൽ പോയി നൽകാൻ ആരുമില്ലാതെ പരിശോധിക്കപ്പെട്ടു പോയ ജീവിതം. 6 പതിറ്റാണ്ടായ നമ്മുടെ നാടിന്റെ സാമൂഹിക വ്യവസ്ഥയെ പരസ്യമായി വിചാരണ ചെയ്യുകയാണ്. 6 പതിറ്റാണ്ട് സ്വാതന്ത്ര്യം നേടിയ നാടിന്റെ ചിത്രം, ആരും തുണയ്ക്കുവാനില്ലാത്ത പെണ്ണിന്റെ ജീവിതമെന്തു വിചിത്രം. ആൾ തന്റെ കുഞ്ഞിനെ മാറോടണിച്ചുകൊണ്ട് അവളെ ചുമ കൊടുത്തുകൊണ്ട് പറയും, വയ്യാനിട്ടാ മോളെ, വയ്യാനിട്ടാ. അമ്മയ്ക്കും ജീവിക്കണം, മോക്കും ജീവിക്കണം. അതുകൊണ്ടാ മോളെ അമ്മ. വയറ്റിൽ പെണ്ണാണെന്നറിയുമ്പോൾ അണ്ടത്തെ അലസിപ്പിക്കുന്ന കാലം, ജനിച്ചത് പെണ്ണാണെന്നറിയുമ്പോൾ അന്നാവിനിടയിൽ നെന്മണത്തിരിക്കെ കയറ്റി ഹീനമായി കൊല്ലുന്നവരുടെ ലോകം. ഇവിടെ ജീവിക്കുക എന്നത് പ്രയാസമാണ്. അവൾ നടന്നു. പെട്ടെന്നതാ അവളുടെ മുമ്പിൽ ഒരു പുരുഷരൂപം. അവളുടെ വഴി തടഞ്ഞുകൊണ്ട് അയാൾ എന്തോ ആദിത്യമായി സംസാരിക്കുകയാണ്. അയാൾ ആരുടെ ഇടനിലക്കാരനാണത്രേ. കുഞ്ഞിനെ വാങ്ങാൻ ഏതോ ദമ്പതികൾ തയ്യാറാണത്രേ. വിലപേശലുകൾക്ക് ശേഷം വില 15,000 രൂപ. അവസാനമായി തന്റെ കുഞ്ഞിനെ മാറോടണിച്ചുകൊണ്ട് അവൾ കവിളിൽ നിന്ന് കൊടുത്തു.
കാണികളൊഴിഞ്ഞു, കരിവിളക്കണഞ്ഞു, കാണരുതാ കാഴ്ചകൾ കണ്ടു. കതിരോൻ മിഴിയടച്ചു, കതിരോൻ മിഴിയടച്ചു, കാണരുതാ കാഴ്ചകൾ കണ്ടു. ഓ, കാണരുതാ കാഴ്ചകൾ കണ്ടു. ജീവിക്കാനുള്ള ആഹാരം മാത്രം തന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം എന്റെ കുഞ്ഞിനെ, ഒരു വേലക്കാരിയെ പോലെ. അത് പറ്റില്ല. വിറ്റഴിഞ്ഞ സാധനം തന്നാക്ക് എന്താ അവകാശം? എന്താ അവകാശോന്ന്? അത് എവിടുത്തെ നാട്ടു നടപ്പാ? വേണമെങ്കിൽ വേലക്കാരി ആയിക്കോ, പക്ഷെ കുഞ്ഞിനെ നോക്കുന്നത് മറ്റൊരാളായിരിക്കും. അവൾ ആ വ്യവസ്ഥ സന്തോഷത്തോടെ അംഗീകരിച്ചു. എന്നും തന്റെ കുഞ്ഞിനെ കാണാമല്ലോ. കുഞ്ഞ് പുതിയ വീട്ടിൽ വളർന്നു തുടങ്ങി. കുഞ്ഞ് വളർന്നു വരികയാണ്. കൂട്ടിനൊരായ യജമാനന്മാരങ്ങി ഇറങ്ങിയാൽ അവൾ തന്നെ തനി സ്വരൂപം അങ്ങ് പുറത്തിറക്കും. ബാക്കിയുള്ളവരെ മെനക്കടത്താതെ അനങ്ങാണ്ടിരുന്നോണം, ഇല്ലെങ്കിൽ ഞാൻ ഇട്ടിച്ചു പോകും. ഒന്നും മനസ്സിലാകാതെ ആ കുഞ്ഞ് ഉറക്കി കരയും. കരഞ്ഞോ, പക്ഷെ മറ്റുള്ളവർ കേൾക്കാതെ വേണം. കുഞ്ഞിനെ കമ്പ കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അടുക്കളയിൽ നിന്നൊരു ഗദ്ഗതമുയരും. അടുപ്പിനേക്കാൾ ചൂടുള്ള നെഞ്ച് അറിയാതെ തിന്നു. അന്നൊരു നാളുണ്ണിക്കണ്ണൻ മണ്ണു തിന്നപ്പോൾ നിന്ന് പേരി തണ്ടുകൊണ്ടൊന്നമ്മയടിച്ചു. ഓമന പൂമേനി മുറിഞ്ഞുണ്ണി കരഞ്ഞു, തന്റെ ഓമന പൂമോനെ ഓർത്തമ്മ കരഞ്ഞു. അന്നൊരു നാളുണ്ണിക്കണ്ണൻ മണ്ണു തിന്നപ്പോൾ നിന്നു പേരി തണ്ടുകൊണ്ടൊന്നമ്മയടിച്ചു. കുഞ്ഞു വളർന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മയെന്നും മമ്മിയെന്നും വിളിക്കുന്നത് കേൾക്കുമ്പോൾ വിളി കേൾക്കാനൊരു ആഗ്രഹം. മിണ്ടി തുടങ്ങ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ, അമ്മ എന്നുള്ളൊരു രണ്ടക്ഷരമല്ലയോ. ചുറ്റുമാരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ പതിയെ തന്നെ കുഞ്ഞടുത്തു ചെന്നു. ഞാൻ ആരാണെന്നറിയാമോ എന്റെ പൊന്നുമക്കൾ? വേലക്കാരി. അല്ല മോളെ, അല്ല, ഞാൻ നിന്റെ അമ്മയാ. നിനക്ക് വേടിച്ചെടുക്കുന്ന മാരാണ് മോളെ ഇത്. നീ കുടിക്കാതെ പോയ സ്നേഹമാണ് മോളെ ഈ നെഞ്ചു നിറച്ചു. കുഞ്ഞൊന്നും മനസ്സിലാകാതെ ഉറക്കെ കരഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു വന്ന ആയ വേലക്കാരുടെ അടുത്ത് കുഞ്ഞിനെ കണ്ടതും കണ്ണിൽ നിന്ന് തീ പാറി. ഇവര് പറയാ ഇവരെന്റെ അമ്മയാണെന്ന്. ഇവരെന്റെ അമ്മയെന്നല്ല, ചീത്തയാ ചീത്ത. കുഞ്ഞിങ്ങനെ പറഞ്ഞതും ആ വേലക്കാരുടെ മുഖത്ത് 5 വിരൽ പതിച്ചു. ഒന്ന് കരയാൻ പോലും കഴിയാതെ ആ മാതൃഹൃദയം തളർന്നിരുന്നു. കുഞ്ഞ് മിണ്ടിത്തുടങ്ങുന്നത് മുമ്പ് തന്നെ അവളെ ശീതം വേർപിരിയിച്ചു. കുഞ്ഞിനെ വിറ്റവൾ എന്ന ശവവാക്കുകൾ പേരേണ്ടി വന്നു. ഇല്ല, തനിക്കിനി കഴിയില്ല. കുഞ്ഞിനുമായുള്ള ബന്ധം അവൾ പരമാവധി മുറിക്കാൻ നോക്കി. പക്ഷെ അവൾക്കത് പറ്റില്ല. മുറിച്ച ഞാൻ പറ്റുന്നതാണോ പൊക്കിൽക്കുടി ബന്ധം? അവൾ എന്തോ ഉറച്ച് തീരുമാനമെടുത്തുകൊണ്ട് രാത്രി തന്റെ കുഞ്ഞിന്റെ മുറിയിലേക്ക് കടന്നു. തന്റെ കുഞ്ഞു കിടക്കുന്ന കിടക്കയിൽ നിന്ന് തന്റെ കുഞ്ഞിനെ വാരെടുത്തുകൊണ്ട് അവൾ പുറത്തേക്കോടി. പുറത്ത് പിറകിൽ അവളുടെ പിറകിൽ ആരവങ്ങളും തീപ്പന്തങ്ങളും. ഇല്ല, രക്ഷയില്ല. അവൾ ഓടി കാടും മേടും കടന്ന് പുഴയും അരുവിയും കടന്ന് ചെങ്കുത്തായ ഭൂതപ്പാറയുടെ ഇടയിലൂടെ അവൾ നടന്നു. എത്തിയതാ കബനി നദിയുടെ തീരത്ത്. ആംബുലൻസിന്റെയും പോലീസുകാരുടെയും ശബ്ദം. ഇല്ല, തനിക്ക് രക്ഷയില്ല. തന്റെ കുഞ്ഞിനെ മാറോട് അണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, മോളെ, അമ്മയോട് ക്ഷമിക്കണം. ഈ ദുർഭാഗ്യവതിയായ അമ്മയോട് ക്ഷമിക്കണം മോളെ, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്നേഹപ്രവാഹിനി കബനി നദി മാതൃഹൃദയത്തെ ആദരിച്ചു. തന്നിരു കൈകളും നീട്ടിക്കൊണ്ട് അരുമക്കിടാവിനെ സ്വീകരിച്ചു. ആ ഭാഗ്യദോഷിയെയും സ്വീകരിച്ചു. സ്നേഹപ്രവാഹിനി കബനി നദി. കബനി നദി ആ അമ്മയെയും മകളെയും എവിടെയും ഇല്ലാതെ ഒഴുക്കിക്കൊണ്ടുപോയി. സഹോദരി,
അമ്മ സ്ത്രീയാണ്. അവൾ വാത്സല്യമാണ്. അതിലുപരി അവൾ ഒരു ദുർഗയാണ്. അതിലുപരി അവൾ ഒരു അഗ്നിയാണ്. അതിലുപരി അവൾ ഒരു അമ്മയാണ്. അതിലുപരി അവൾ ഒരു അമ്മയാണ്. എന്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അമ്മ, നന്ദി, നമസ്കാരം. അടുത്ത ചെസ് നമ്പർ K375. നമസ്കാരം. ഹരിത കേരള ഭൂമിയുടെ പവനറിഞ്ഞാണ് പോലെ തുഞ്ചന്റെ പച്ചക്കല്ലിന്റെ മൊഴികേട്ട് തുള്ളൽ കഥയുടെ ചിരികേട്ട് ഭാരതപ്പുഴ ആഹ്ലാദവതിയായി ഒഴുകുകയാണ്. അവൾക്കൊരു അമ്മയുടെ പേരുണ്ട്, നിളാനദി. നിളയൊരു നദിയല്ല, കനവുകളെഴുതും കഥയല്ല, ഹൃദയം തൊട്ടു തലോടും പോലൊരു ചരിത്ര സുന്ദരിയല്ലോ നിള, ചരിത്ര സുന്ദരിയല്ലോ. നിളയുടെ തീരത്തെ വയൽവരമ്പിലൂടെ അതാ ഒരു കൊച്ചുബാലൻ ഓടി വരും. കണ്ടാലേതാണ്ട് ഒരു 8 വയസ്സ്, ഒരു കടിമാടിക്കുട്ടൻ. ഓടി വന്നതും ഉടുമുണ്ടഴിച്ചു വരമ്പത്തേക്കിട്ടതും ഭാരതപ്പുഴയിലേക്ക് എടുത്തു ചാടിയതും ഒന്നിച്ചായിരുന്നു. വെള്ളക്കുമ്പളകൾ നാലുപാടും ചിതറി. ബാല്യം ഇതെത്രയോ സുന്ദരങ്ങൾ, മിന്നിത്തിളങ്ങുന്ന പൂവനങ്ങൾ, പാടിപ്പറന്നിടാം പാട്ടുപാടാം പാലോളമെന്മയാത്തടത്തിൽ. ഭാരതപ്പുഴയിലേക്ക് എത്തിച്ചാടിയ ആ ബാലനാണ് അപ്പു. സഹൃദയരെ, നമ്മുടെ കൊച്ചു കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പു. ഭാരതപ്പുഴയിലേക്ക് എത്തിച്ചാടിയ അപ്പുവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ നഗരത്തിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. മാധവൻ മാസ്റ്റർ. ഗ്രാമപള്ളിക്കൂടത്തിലെ അധ്യാപകനാണ്. മാഷ് അപ്പുവിനെ തന്നെ ശ്രദ്ധിച്ചു. ഇവൻ ഇതാ സ്കൂളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒത്തിരി നേരം നീന്തി തളർന്ന അപ്പു മുങ്ങാങ്കുഴിട്ട് നിവർന്നപ്പോൾ മുന്നിൽ മാധവൻ മാസ്റ്റർ നാടിച്ചു പോയി. ദൂരെ കിടന്ന റോഡൻ തുടച്ചിട്ടിക്കൊണ്ട് ഓട്ടവാ. ഓടണ്ട അവിടെ നിക്ക, ഇങ്ങോട്ട് വരിക. എന്താ നിന്റെ പേര്? അപ്പൂന്നാ. അപ്പു സ്കൂളിൽ പോകുന്നില്ലേ? അതെന്താ അപ്പു സ്കൂളിൽ പോകാത്തെ? ഇല്ലത്തെ പൈക്കളെ മേക്കാൻ പോണം, പിന്നെ വീട്ടിൽ അമ്മയെ നോക്കാൻ വേറെ ആളില്ല, അതുകൊണ്ടാ. അപ്പോ നിന്റെ അച്ഛൻ? അച്ഛൻ എന്നും കള്ളു കുറിച്ചെന്ന് വഴക്കം മോശേ, അതുകൊണ്ടാ. അട്ടെ, എനിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടോ? എങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് അച്ഛനെയും അമ്മയും കൊണ്ട് സംസാരിക്കാം. അട്ടെ, എവിടെയാ നിന്റെ വീട്? ദേ ആ കരിമനയില്ലേ, അതിന്റെ ചോട്ടിലാ, ചെറ്റക്കുടിലാ മാഷേ. മാഷ് അപ്പുവിനെ കൂട്ടി അവന്റെ വീട്ടിലേക്ക് നടന്നു. വാതിക്കൽ ചാർത്തിയിട്ടിരിക്കുന്ന ചണച്ചക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് മാധവൻ മാസ്റ്റർ ഉള്ളിലേക്ക് കടന്നു. പാറിപ്പറന്നതാവാർമുടി ചുറ്റിലും കീറിപ്പറിഞ്ഞൊരാ വസ്ത്രവും മേനിയിൽ, കുണ്ടിലാണ്ടു കിടക്കുന്ന കണ്ണുകൾ, നീണ്ടു മെലിഞ്ഞുള്ള കൈകളും കാൽകളും. ദാരിദ്ര്യത്തിന്റെ പ്രതിരൂപം എന്ന പോലെ അപ്പുവിന്റെ അമ്മ, മദ്യപിച്ചു മയങ്ങിക്കിടക്കുന്ന അപ്പുവിന്റെ അച്ഛൻ. ഒത്തിരി നേരം നിർബന്ധിച്ചിട്ടാണ് അവർ അവനെ സ്കൂളിലേക്ക് അയക്കാൻ സമ്മതിച്ചത്. ഇല്ലിമുളങ്കാട്ടിലെ അണ്ണാരക്കണ്ണന്മാർ ചിലച്ചു. അണ്ണാരക്കണ്ണ നീ അറിഞ്ഞോടാ, അപ്പുവിന് ഇന്നലെ അക്കിടി പറ്റിയത് നീ അറിഞ്ഞോടാ. പിന്നെ ആ മാഷത്തിലെ പുഴക്കടയിൽ വെച്ച് എല്ലാം കണ്ടെന്നേ. എന്നാലെന്താ, നാളെ ഇരുണ്ടു വെളുക്കുമ്പോൾ നാടുണരുമ്പോൾ പുസ്തക ചെപ്പ് തുറക്കാൻ അപ്പു സ്കൂളിൽ പോകുമല്ലോ. അങ്ങനെ അപ്പു സ്കൂളിൽ പോകാൻ തുടങ്ങി. 1ാം ക്ലാസ്സിലെ മോഡൻ കുട്ടി. അവനെ എല്ലാവരും ഓരോന്നും പറഞ്ഞ് പരിഹസിക്കും. പക്ഷെ അവന് പരിഭവമൊന്നുമില്ല. സ്കൂൾ മുറ്റത്തെ നാട്ടുമാവിന്റെ കൊമ്പിൽ നിന്ന് നല്ല ചക്കര മാമ്പഴം പറിച്ച് അവൻ എല്ലാവർക്കും ഇട്ടുകൊടുക്കും. അവനെ എല്ലാവർക്കും ഇഷ്ടമായി. മാധവൻ മാഷിന്റെ മാനസപുത്രനായി അപ്പു അങ്ങനെ മിടുക്കനായി വളർന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആഗസ്റ്റ് 15, എല്ലാത്തിലും മുൻപന്തിയിൽ അപ്പു ആയിരുന്നു. ഹെഡ് മാസ്റ്റർ പതാകയുടെ ചരട് താഴേക്ക് വലിച്ചു. നവഭാരത വർണ്ണ പതാക, അഭിമാന ത്രിവർണ്ണ പതാക,
ജനകോടികൾ ഇവരുടെ മുമ്പിൽ കൊടിയേറ്റിയ ധർമ്മ പതാക ഉയർത്തൽ കഴിഞ്ഞു. കുട്ടികളെല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. ഹാജർ എടുക്കുന്നതിന് വേണ്ടി മാധവൻ മാസ്റ്റർ ക്ലാസ്സിലേക്ക് നടന്നു. ബോർഡിൽ ആരോ വലിയ അക്ഷരത്തിൽ ഒരു ചീത്ത പദം എഴുതിയിട്ടിരിക്കുന്നു. ആരായത് എഴുതിയത്? എല്ലാവർക്കും മൗനം, ഭയം. മാഷിന് കലി വന്നു. മാഷ് ചൂരൽ വടിയെടുത്തു. ഒന്നാമത്തെ കുട്ടിയുടെ നേർക്കെടുത്തു. ഒന്നാമത്തെ കുട്ടി കരയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് പിൻവേഴ്സിൽ നിന്നൊരു ശബ്ദം. പക്ഷേ ഞാനാ മാഷെ ബോർഡിൽ എഴുതിയത്, ഞാനാ. അപ്പോ നീയോ? മാഷിന് കലിയടക്കാനായില്ല. മാഷോട് ചെവിക്ക് പിടിച്ചു വലിച്ചു. വരാന്തയുടെ തെക്കേടുത്ത മുറിയിലേക്ക് അവിടെ പിടിച്ചു തള്ളി. അവിടെ കിടക്ക് നാശം. സ്കൂൾ മുറ്റത്തെ വിശാലമായ പന്തലിൽ കലാപരിപാടികൾ ആരംഭിച്ചു. സ്വർണ്ണച്ചിലങ്കകൾ കിളുങ്ങുന്നു, നോപുരധ്വനികൾ മുഴങ്ങുന്നു. നാളെ നാടിൻ വാഗ്ദാനങ്ങൾ പിച്ചവച്ചിട്ടുണരുന്നു. ലാസ്യവിലാസ വിനോദിനിമാർ വീണകൾ മീട്ടിപ്പാടുന്നു. നാട്യം, ശാസ്ത്രം, ഹാസ്യം, വീരം, നവരസമുകുളം വിരിയുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കുമ്പോൾ ഞാൻ മാത്രം ഈ പഴഞ്ചൻ മുറിക്കുള്ളിൽ സ്കൂൾ കെട്ടിടം പണിതതിന്റെ ബാക്കി വന്ന ഓലയും പലകയും മറ്റു പണിയായുധങ്ങളും വാരിയിട്ടിരിക്കുന്ന ഈ മുറിക്കുള്ളിൽ താൻ തനിച്ച്. സമയം പോയത് അറിഞ്ഞതേയില്ല. ഗാനം നിലച്ചു, താളം നിലച്ചു, കർട്ടനും വീണു. കുട്ടികളെല്ലാവരും സ്കൂൾ വിട്ടു പോയി തുടങ്ങി. കുടയും ബാഗും എടുത്ത് ഒതുക്കുകൊല്ലുകൾ ഇറങ്ങുകയായിരുന്നു മാധവൻ മാസ്റ്റർ. നിറയെ പോത്തു നിൽക്കുന്ന പവിഴമല്ലിയുടെ ചുവട്ടിൽ 3-4 കുട്ടികൾ മാത്രം. എന്താ, ആരും പോകുന്നില്ലേ? മാഷേ, അപ്പു അല്ല മാഷെ ബോർഡിലെഴുതിയത്. ഞാനാ മാഷെ ബോർഡിലെഴുതിയത്. അപ്പു അല്ലെന്നോ? പിന്നെ എന്തിനവൻ കുറ്റമേറ്റു? ഈശ്വര, സ്വന്തം കൂട്ടുകാരനെ രക്ഷിക്കുവാൻ അവൻ സ്വയം കുറ്റമേകുകയായിരുന്നു. ഇത്ര പവിത്രമോ കണ്ണേ നിൻകരൾ. കുടയും ബാഗും ഒതുക്കുകൊലകളിൽ വെച്ച് മാധവൻ മാസ്റ്റർ ഓടിപ്പോയി വാതിൽ തുറന്നു. അപ്പുവേ, നിലത്ത് കിടക്കുകയാണവൻ. മാഷ് അപ്പുവിന്റെ അടുത്തു നിന്നും ഉരുട്ടി വിളിച്ചു. അപ്പുവേ. അപ്പുവിന്റെ ശരീരത്തിൽ തണുപ്പ്. പെട്ടെന്ന് പിറകിൽ നിന്നൊരൊച്ചയടക്കം. മാഷ് ഇരുന്ന ഇരിപ്പിൽ തിരിഞ്ഞു നോക്കി. അയ്യോ, ഒരു കരിമൂർക്കൻ വളരെ തിരിയുന്നു. ഓളുകൾക്കിടയിലൂടെ എഴിഞ്ഞെഴിഞ്ഞ് അത് കയറി പോകുന്നു. അപ്പു, മോനെ അപ്പു. മാഷ് അപ്പുവിനെ വാരിയെടുത്തു. സിമന്റ് ബെഞ്ചിൽ കിടത്തി. ഹെഡ്മാസ്റ്ററോട് കാര്യം പറഞ്ഞു. ഹെഡ്മാസ്റ്റർ മാധവൻ മാഷിനെ കുറ്റപ്പെടുത്തി. ഹെഡ്മാസ്റ്ററും മാധവൻ മാഷും കൂടി അപ്പുവിനെ ആശുപത്രിയിൽ എത്തിച്ചു. മണിക്കൂറുകൾക്ക് മുമ്പേ ഈ കുട്ടിയുടെ ശ്വാസം നിലച്ചിരുന്നു. ഡോക്ടറുടെ വാക്കുകൾ. അവിടെ സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തേക്കാൾ ദയനീയമായി മഹിൽ മറ്റെന്തോന്നുള്ളൂ എന്ന് ആശാൻ പാടിയത് എത്ര പരമാർത്ഥമാണ്. ആശുപത്രി വരാതെ നിറഞ്ഞ ആൾക്കൂട്ടം. മാഷന്റെ പൊന്നിനെ കൊന്നല്ലേ മാഷേ? ഇതിനാണോ മാഷേ ഞാൻ എന്റെ പൊന്നിനെ സ്കൂളിലേക്ക് അയച്ചത്? ഇതിനാണോ? അപ്പുവിന്റെ അച്ഛൻ ആകസ്മികമായി പതിക്കുന്ന ആലിപ്പഴങ്ങൾ കണക്കി 3 ആളുകളുടെ കണ്ണീർ മെലിഞ്ഞുണങ്ങിയ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും അടർന്ന് മാഷിന്റെ കൈത്തണ്ടയിൽ വീണിച്ചു തരും. കാവിലമ്മ കനിഞ്ഞു നൽകിയ കടിഞ്ഞൂൽ കനിയും കണ്ടാലോ ഓമന കുട്ടനാണ്. താഴത്തും വയ്ക്കാതെ താമരപ്പൂ പോലെ ജീവന്റെ ജീവനായി വളർന്നോനാണേ. ആശുപത്രി വരാന്തയിൽ നിറഞ്ഞ ഇരുട്ട്. ആശുപത്രി വരാന്തയിലൂടെ മാധവൻ മാസ്റ്റർ ഇറങ്ങി നടന്നു. പുറത്തെ ഇരുട്ടിലേക്ക്. സഹൃദയനെ കരളലിക്കുന്ന ഇത്തരം 100 കഥകളുമായി നിള ഇന്നും ഒഴുകുകയാണ്. നിളയൊരു നദിയല്ല, കനവുകൾ എഴുതും കഥയല്ല, ഹൃദയം തൊട്ടു തലോടും പോലൊരു ചരിത്ര സുന്ദരിയല്ലോ
നിള ചരിത്ര സുന്ദരിയല്ലോ, നിളയൊരു നദിയല്ല. കഥ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ കഥാപ്രസംഗ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ഈ വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കഥാപ്രസംഗ മത്സരമാണ് നടക്കുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കഥാപ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന ചെസ് നമ്പർ K414. നമസ്കാരം. നാം അധിവസിക്കുന്ന ഭൂമിയുടെ കഥയാണിത്. ജീവജാലങ്ങളിൽ ജന്മം കൊണ്ട് സവിശേഷമായ മനുഷ്യരാശിയുടെ കഥ. കൈരടിക്കുമേ കാവ്യസൗരഭം വാരിത്തൂക്കിയ വയലാർ, ONV, അയ്യപ്പ പണിക്കർ എന്നിവരുടെ ചിന്തകളിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. കഥ ഭൂമിക്കൊരു ചരമഗീതം. ഏവർക്കും അമ്മയായ ഭൂമി സമസ്ത ജീവജാലങ്ങൾക്കും ജന്മമേകി അന്നവും കുടിനീരും നൽകി സംരക്ഷിച്ചു പോരുന്ന ഭൂമി അവശയായി ആസന്നമൃതയായി ഇതാ കടക്കുന്നു സൗരമണ്ഡല തിരുവഴിയിലൂടെ. മരണത്തിലേക്കുള്ള ഈ യാത്രയിൽ അമ്മ ഒറ്റയ്ക്കല്ല, കൂടെ നാം എല്ലാവരും. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്ത ശാന്തി. ഇതു നിന്റെ എന്റെയും തരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഹൃദയത്തിലന്നേ കുറിച്ച ഗീതം. അമ്മയ്ക്ക് ഈ കൊലക്കളം ഒരുക്കിയത് ആരാണെന്നറിയാമോ? നമ്മൾ മക്കൾ. വിധി വൈവിധ്യം. അതെ, സമ്പുഷ്ടമായ ഒരു ഗതകാലം ഉണ്ടായിരുന്നു ഭൂമി മാതാവിന്. സൂര്യന്റെ ഓമനപുത്രിയായി വളർന്ന് ധാന്യത്തിന്റെ പ്രശാന്ത സുന്ദരമായ അവസ്ഥയിൽ ലയിച്ചു ചേർന്ന കാലം. പ്രപഞ്ച ഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ ആദിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ. അന്ന് മനുഷ്യന് മണ്ണിന്റെ മണമായിരുന്നു. അവന്റെ പാട്ടുകൾക്ക് മുളം കാടുകളും കാട്ടാറുകളും ശ്രുതി നീട്ടിയിരുന്നു. പ്രകൃതിയും ഭൂമിയും ഒന്നായിരുന്ന കാലം. തരുണിയായ ഭൂമി മനുഷ്യന്റെ തലോടിലേറ്റ് പൂത്ത് പുഷ്പിണിയായി. ഭൂമിക്കന്നു മനുഷ്യൻ നൽകി പൂവുകളോ മാറ്റങ്ങൾ. കാമുകരായി സന്ധ്യകൾ കാത്തൊരു പ്രേമഗായകരാ. ശാരദമേഘം ചാമരമായി, ചന്ദ്രിക ചന്ദനമായി. വാർമഴവില്ലിൻ വർണ്ണക്കുടകൾ വാരി ഉടുത്തു ഭൂമി. കാലാന്തരത്തിൽ മനുഷ്യൻ രണ്ട് വിഭാഗങ്ങളായി ഉയർത്തിരുന്നു. പ്രകൃതിയുടെ സംഗീതം സിരകളിൽ ആവാഹിച്ച് ആ മാസ്മര നിലയിലേക്ക് ഒരു വിഭാഗം. എന്നാൽ ഉദരപൂരണത്തിനായി പ്രകൃതിയുടെ ഉദാത്ത സൃഷ്ടികൾ നശിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം. യുഗങ്ങൾക്ക് മുമ്പേ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. ത്രേതായുഗത്തിലെ ഒരു സായം സന്ധ്യ. സന്ധ്യയുടെ ശോണ സുന്ദരമായ സൗന്ദര്യം നുകർന്നുകൊണ്ട് അതാ ആ വനസ്ഥിതിയിലൂടെ ഒരു മനുഷ്യൻ മന്ദമന നടന്നു വരുന്നു. നീണ്ട താടിയും തീക്ഷ്ണ നയനങ്ങളുമായുള്ള ഒരു താപസൻ വാൽമീകി. കൂടെ ശിഷ്യൻ ഭരദ്വാജനുമുണ്ട്. തീരത്തെ സന്ധ്യകൾ മുന്തിരി ചാറിൽ കൽപ്പകമീട്ടുമ്പോൾ ഏതോ ദിവ്യാനുഭൂതിയിലങ്ങനെ ചേതോ മണ്ഡലം നോമ്പോൾ നിന്നു നിശ്ചലം ആദിമഹാകവി നിന്നു താപസൻ
കാഴ്ചക്കപ്പുറത്ത് അതിക്രൂരമായ ഒരു രംഗത്തിന് അറിവ് കൊടുക്കുകയായിരുന്നു. നിന്നു നിശ്ചലം വെല്ലുകുലച്ചുകൊണ്ടങ്ങും കാട്ടേ കാട്ടാളൻ വേട്ടയ്ക്കെത്തി വിശന്ന് തളർന്നയാൾ കാട്ടമ്പൊന്നെയ്തു ദൂരത്തിൽ. അമ്പു പറന്നു ചെന്ന് പക്ഷിയുടെ ഉദരത്തിൽ തുളച്ചു കയറി. പച്ചപ്രാണനിൽ ക്രൂരം പെറ്റൊരാ കൊച്ചോമൽ കിളി വീണല്ലോ. തറയിൽ വീണ് തന്റെ ജീവന് വേണ്ടി പിടയുന്ന ആ പക്ഷി വാൽമീകിക്ക് സഹിച്ചില്ല. പൊങ്ങിയ കിളികളിൽ ഒന്നിനെ ക്രൂരം വീഴുന്ന ആ വേടനെ നോക്കി അദ്ദേഹം ആജ്ഞാപിച്ചു. മാനിഷാദം പ്രതിഷ്ഠാം കമദമല ശാശ്വതീ സമം യത്കാം ഛമിതുനാം ദേവമവതി കാമമോഹിതം. അരുത് കാട്ടാള, പ്രൗഢമിഥുനകളിൽ ഒന്നിനെ വധിച്ചു നിനക്ക് നാശം ഭവിക്കട്ടെ. രാമായണ രചനയ്ക്ക് കാരണമായ ആദ്യ കവിത. യുഗങ്ങൾ കടന്നു ചെന്നു. മനുഷ്യൻ പ്രകൃതിക്കു നേരെയുള്ള ആക്രമണം ഒട്ടും തന്നെ കുറച്ചില്ല. ക്ഷമയാ ധരിത്രി എന്നാണല്ലോ അമ്മയെല്ലാം ക്ഷമിച്ചത്. പക്ഷെ ഹരിതമൃദു കഞ്ചുകം നെല്ലൊന്നു നീക്കി അടുകിയ മുലപ്പാൽ കുടിച്ചു കൊഴുത്തവർ ഒരു ദാഹമുണ്ടായൊടുക്കത്തെ ദാഹം തിരുഹൃദയരക്തം കുടിക്കാൻ. മാറത്തെ കഞ്ചുകം നീക്കി അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവർക്ക് ഒടുങ്ങാത്തൊരു ദാഹമുണ്ടായി അമ്മയുടെ ഹൃദയത്തിലെ രക്തം കുടിക്കാൻ. അതിനായി അവർ വയലുകൾ നികത്തി കുന്നുകൾ ഇടിച്ചു പ്ലാന്റുകൾ വരുത്തി. അമ്മയുടെ ദീനരോധനം കേട്ട് ഒരു സംഘം ആൾക്കാർ അവിടെ ഓടിക്കൂടി. അരുതേ, കുന്നുകൾ ഇടിക്കരുതേ. സമസ്ത ജീവജാലങ്ങൾക്കും ജീവാമൃതമേകുന്ന അമ്മയുടെ മാരണമാണത്. അത് നശിപ്പിക്കരുതേ. നശിപ്പിച്ചാൽ ഒന്ന് സൃഷ്ടിക്കാനാവില്ല. നിങ്ങളുടെ ദുഷ്ചെയ്തികൾ മൂലം ഇന്ന് സമസ്ത ജീവജാലങ്ങളും അതിജീവനത്തിനായി നെട്ടോട്ടമോടുകയാണ്. അവരുടെ രോദനം നിങ്ങൾ കേൾക്കുന്നില്ലേ? കാടിവിട മക്കളെ, വേടവിട മക്കളെ, കാട്ടുപുൽത്തകിടിന്റെ നേരെ വിട മക്കളെ, കാട്ടുപൂജോലയുടെ കുളിരവിട മക്കളെ, കാടുകൾ പുലർന്ന പൂങ്കാവിവിട മക്കളെ. കഴിവരെയാണ് ഇവിടെ നിൽക്കുമ്പോ ഞാൻ വെട്ടി കുറിക്ക് പല ചെന്നായി കടുപ്പ് വിട്ടുകൊടുക്കും. ഒരു പ്രകൃതി സ്നേഹി വന്നിരിക്കുന്നു. കുന്നുകൾ എരിക്കാനും വയലുകൾ നികത്താനുമുള്ള അവകാശം ഞങ്ങൾ കോടതിയിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? ഈ സമയം എവിടെ നിന്നോ ഒരു പെണ്ണേമനി കേൾക്കുന്നു. ആരാണത്? ജനനിയെ പരിണയിച്ച അഭിസപ്ത ജന്മം ഞാൻ. വേച്ച കാൽവെപ്പുകളോടെ ആ മനുഷ്യൻ നടന്നു വന്നു. ജനനിയെ പരിണയിച്ച അഭിസപ്ത ജന്മം ഞാൻ. പഴകിയതാണാ കഥയെങ്കിലും പഴി പറയുന്നു ലോകം. ഇന്നുമെന്നെ പഴി പറയുന്നു ലോകം. അയാൾ തന്റെ കഥ പറയാൻ തുടങ്ങി. ഞാൻ ഈഡിപ്പസ്, യൗവന രാജകുമാരൻ. രാജകുമാര, അങ്ങ് വല്ലാതെ അസ്വസ്ഥനാണല്ലോ. എന്താണ് കാരണം? എനിക്ക് സംഭവിച്ച ദുരനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. സ്വന്തം പിതാവിനെ വധിക്കുക, ജന്മം നൽകിയ മാതാവിനെ പേടിക്കേണ്ടി വരിക. ആ വിഷമത്തിൽ മാതാവ് മനംനൊന്ത് ആത്മഹത്യ ചെയ്യുക. ഈ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ ഞാൻ എനിക്ക് നൽകിയ ശിക്ഷ എന്റെ ഇരു കണ്ണുകളും ഞാൻ കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് ആധുനികരെന്ന് അഭിമാനിക്കുന്ന ഈ മനുഷ്യ പിശാചുക്കൾ ഇന്നും എനിക്കെതിരെ പഴിചാരുന്നു. നിങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഭൂമി മാതാവിന്റെ വസ്ത്രമുടിയൊന്നും വിപണിയിൽ അത് വിറ്റ് ചാരായമാക്കുന്നു. ഓർത്തോളൂ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ അതിദാരുണമായിരിക്കും. അതിദാരുണമായി